Now question number 22. The maximum electric field that can be held in air without producing ionization is 10 power 7 volt per meter. What is the maximum potential to which a conducting sphere of radius 0.1 meter can be charged? ആക്ച്വലി അന്നത്തെ കണ്ടക്ടിങ് സ്പിയറിൽ ചാർജ് കൊടുക്കുമ്പോൾ അതിൻ്റെ സർഫസിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ആകും. ദർഫോർ ആർ റേഡിയസ് ഉള്ള ഒരു സ്പിയർ charge on the sphere is q, therefore potential is given by 1/4 pi epsilon 0 q by r, and electric field on the surface, ഈ സർഫസിൽ ഡെവലപ്പ് ആകുന്ന ഇലക്ട്രിക് ഫീൽഡ് 1/4 pi epsilon 0 q by r. അപ്പോൾ ഈ രണ്ട് റിലേഷൻസും കമ്പയർ பண்ணுമ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ பண்ணிയാൽ എന്ത് கிடைക്കും? പൊട്ടൻഷ്യൽ கிடைക്കും. therefore E into R V, that is a relation. therefore ഈ സർഫസിൽ വരാവുന്ന മാക്സിമം പൊട്ടൻഷ്യൽ താൻ കേട്ടിരിക്കും. Therefore we can write 10 power 7 into 0.1 will give voltage 10 power 6. Now question number 28. The coefficient of static friction between A and this surface is 0.2. ഇനി ഈ എയുടെ മാസ് 2 കിലോഗ്രാം. ദ സിസ്റ്റം ഈസ് ഇറ്റ് റെസ്റ്റ് ഒള്ളി. അപ്പോൾ ഈ ബിയുടെ മാസ് ரொம்ப അധികമായിട്ട് വന്നാൽ ഈ സിസ്റ്റം സ്ലൈഡ് ആകും. ആക്ച്വലി ഇതിൻ്റെ മെക്കാനിസം ഈ ബിയുടെ വെയിറ്റ് ഈ സിസ്റ്റം മൊത്തமாக കീഴേക്ക് പുൾ പണിയിട്ടിരിക്കും. അതിന് ഒപ്പോസ് பண்ணுന്നത് ഇവിടുത്തെ ഫ്രിക്ഷനാണ്. therefore what is the maximum mass of B so that the system will remain at rest? therefore if you draw the free body diagram we will get the answer. അപ്പോൾ this is the diagram. ഇവിടുത്തെ 0.2 ആണ് ഇവിടുത്തെ ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ. therefore free body diagram of this upper mass A, ടെൻഷൻ അതിനെ റൈറ്റിലേക്ക് പുൾ പണിയിട്ടിരിക്കും, ഫ്രിക്ഷൻ ഒപ്പോസസ്. therefore I can for rest I can see friction equal to tension. രണ്ടാമത്തെ ഈ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഡൗൺവേർഡ്, ടെൻഷൻ അപ്വേർഡ്സ്. ഫോർ ദ റെസ്റ്റ് ഓഫ് ബി ഓൾസോ ടെൻഷൻ ഈക്വൽ ടു എം ജി. അപ്പോൾ വി നോ ദാറ്റ് മാക്സിമം ഫ്രിക്ഷൻ ദാറ്റ് ക്യാൻ ബി അവൈലബിൾ ഫ്രം ദാറ്റ് സർഫസ് ഈസ് മ്യൂ ഇൻറ്റു എൻ, നോർമൽ റിയാക്ഷൻ. ഈ സർഫസിലെ നോർമൽ റിയാക്ഷൻ, ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എപ്പടി വരും? ഈ സർഫസിലെ വെയിറ്റ് ഏതാണ്? 2g. therefore 2 into g into mu എന്ന് വരും. therefore 4 Newton is the maximum limiting value of static friction. അപ്പോൾ ആ ഫ്രിക്ഷനാണ് ഇവിടുത്തെ ടെൻഷനെ ഓവർകം பண்ண முடியும். സപ്പോസ് ഇതിൻ്റെ ടെൻഷൻ ഇനി 4 ന്യൂട്ടനേക്കാൾ അധികം വന്നാൽ കണ്ടിപ്പോൾ അത് സ്ലൈഡ് ആകും. therefore maximum allowable tension is 4 Newton. therefore I can say maximum allowable tension is 4 Newton, otherwise this block will slide. therefore ടെൻഷൻ്റെ വാല്യൂ தான் ഇതിനെ ബാലൻസ് பண்ணுന്നത്. therefore T should be equal to mg mass of B into g. from that mass of B equal to 0.4 kilogram. now question number 30. ഒരു ഗാൽവനോമീറ്റർ ഇരിക്കുക, അതിൻ്റെ റെസിസ്റ്റൻസ് 25 ohms. അപ്പോൾ അതിനെ ഒരു 2.5 ഓം വെച്ചിട്ട് അതിനെ വയർ വെച്ചിട്ട് അതിനെ ഷണ്ട് പണിയിരിക്കുക. ദ പാർട്ട് ഓഫ് ടോട്ടൽ കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ഗാൽവനോമീറ്റർ. ആക്ച്വലി அந்த ഗാൽവനോമീറ്ററിന് പാരലായിട്ട് தான் அந்த റെസിസ്റ്റർ വരുന്നത്. അപ്പോൾ ഗാൽവനോമീറ്ററും அந்த റെസിസ്റ്ററും ഒരു പാരൽ സർക്യൂട്ടാണ്. സപ്പോസ് ഇവിടെ ടോട്ടൽ കറണ്ട് ഐ ടോട്ടൽ ഈസ് ഗിവൺ as I0. ഈ I0 വരുമ്പോൾ കൊഞ്ചം ഇതുവഴിയും കൊഞ്ചം ഈ റെസിസ്റ്റൻസ് വഴിയും പോകും. അപ്പോൾ ഒരു പാരൽ സർക്യൂട്ടിൽ കറണ്ട് ഡിവിഷൻ എപ്പോഴും റെസിപ്രോക്കൽ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസിലായിരിക്കും. therefore I can say I1 is to I2 equal to 1/R1 is to 1/R2, or current through galvanometer divided by current through shunt equal to inverse ratio of resistance R2/R1. okay, therefore ഈ ടോട്ടൽ കറണ്ടിനെ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസിൽ ഡിവൈഡ് பண்ணும்போതാണ് ഈ ഐ ജിയും ഐ എസ് എച്ചും കിടക്കും. അപ്പോൾ ഗാൽവനോമീറ്റർ കറണ്ട് தான் കേട്ടിരിക്കുക. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇൻറ്റു R2/R1 plus R2, that is the total current is divided in this ratio. therefore Ig by I total എടുക്കുമ്പോൾ the fraction of total current which passes through galvanometer, that is called Ig by I total, that you will get as R2/R1 plus R2. value substitute பண்ணும்போது you will get 1/11. question number 31. it's a combination of lens and a mirror. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? എഫക്റ്റീവ്ലി ദിസ് സിസ്റ്റം വിൽ ആക്ട് എസ് എ മിറർ ഒള്ളി. സപ്പോസ് ഈ ഒരു എൻ്റെ ഒരു ഓബ്ജക്റ്റിൻ്റെ ലൈറ്റ് വന്നാൽ இந்த ലെൻസിലൂടെ ഏറിപ്പോവും, രണ്ടാമത്തെ ലെൻസിലേറും, இந்த മിററിൽ ഇന്ന് വന്ന് ഇടിച്ചിട്ട് അത് റിഫ്ലക്റ്റ് ആയി വരും. റിഫ്ലക്റ്റ് ആയി വരുമ്പോൾ റിഫ്ലക്റ്റഡ് റേയും இந்த ലെൻസിലൂടെ ഏറും, ഈ ലെൻസിലൂടെ ഏറും. therefore we can say the light passes through 2 times through the lens and 1 reflection at the മിറർ. therefore ലെൻസിൻ്റെ പവർ 2 times ആക്ട് ആകും, മിററിൻ്റെ പവർ എപ്പോഴും 1 time தான் ആക്ട് ആകും. therefore the total power is equal to 2 times total power of lens into plus power of mirror എന്ന് தான் വരും. അപ്പോൾ എപ്പോഴും റിമെമ്പർ ദാറ്റ് തിയറി. therefore இந்த மாதிரி സിൽവേർഡ് ലെൻസുകളുടെ കേസിൽ എപ്പോഴും എഫക്റ്റീവ് പവർ ഈക്വൽ ടു 2 times ലെൻസ് പവർ പ്ലസ് പവർ ഓഫ് മിറർ.
ഇവിടെ പ്ലെയിൻ മിററാണ്, ദെയർഫോർ പവർ ഓഫ് മിറർ ഈസ് 0. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്ലെയിൻ മിറർ. ഇനി ഇതൊരു കോൺവെക്സ് ലെൻസ്, ഇതൊരു കോൺകേവ് ലെൻസ്. പവർ വി ക്യാൻ റൈറ്റ് as 1/f1 ആൻഡ് 1/f2 എന്നാണ്. ബട്ട് ഐ ആം ഡയറക്ട്ലി റൈറ്റിംഗ് ഇൻ ഡയോപ്റ്റർ. ഡയോപ്റ്ററിൽ എഴുതുമ്പോൾ ഇത് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണം. ദെയർഫോർ ദാറ്റ് ഈസ് വൈ 100/f1 ആൻഡ് 100/f2. ഇതൊരു കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ വരുമ്പോൾ 10 ഡയോപ്റ്റർ എന്ന് വരും. കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവാണ്, കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവ്.